ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. മക്കളെ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? നമ്മുടെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററുകളുടെ ഭാഗത്തു നിന്നാണ് നമ്മുടെ മെയിൻ എക്സാമിനേഷൻ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്നാലാണെങ്കിലോ നമുക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ട് വരുന്ന ഭാഗം ഏതായിരിക്കും? ഏറ്റവും അവസാനത്തെ ചാപ്റ്റേഴ്സ്. അതിന് റീസൺ എന്താണ്? നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററൊക്കെ നമ്മൾ അടിപൊളിയായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഏറ്റവും അവസാനത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു മടിയും ചെറിയൊരു ഉടായ്പകളൊക്കെ കാണിച്ചിട്ട് ആ ഭാഗത്ത് പഠിപ്പിച്ച പല കാര്യങ്ങളും നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ മക്കൾ കൃത്യമായിട്ട് കാണുക. നമ്മൾ ഏറ്റവും അവസാനത്തെ ഭാഗത്തുള്ള ചാപ്റ്ററാണ് അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് ഇന്നോവേറ്റീവ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിൽ ന്യൂതന പ്രവണതകൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ചാപ്റ്ററിന് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഞാൻ മക്കൾക്ക് പറഞ്ഞുതരാവേ. മക്കളിന്റെ ആദ്യം തന്നെ മക്കൾ പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണ് ക്രോപ്പിംഗ് സിസ്റ്റം, വിള സംവിധാനങ്ങൾ എന്ന് പറയാം. അതിൽ 3 തരത്തിലുള്ളത്. ഒന്ന് മോണോ ക്രോപ്പിംഗ്, ഏകവിള കൃഷി. രണ്ടാമത്തെ പോളി ക്രോപ്പിംഗ്, ബഹുവിള കൃഷി. മൂന്നാമത്തെ റെട്ടൂൺ ക്രോപ്പിംഗ്, റെട്ടൂൺ കൃഷി. അല്ലെങ്കിൽ ഒന്നാമത്തതും രണ്ടാമത്തും വലിയ പേടിയൊന്നും നമുക്കില്ലാത്ത സാധനം. കാരണം ഏകവിള കൃഷി എന്ന് പറഞ്ഞ സമയത്ത്, മോണോ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ഒരു സിംഗിൾ ക്രോപ്പ് മാത്രം, ഒരു വസ്തു മാത്രം ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? കൃഷി ചെയ്യുന്നു. ഒരുപാട് സാധനങ്ങൾ കൃഷി ചെയ്യുന്നില്ല. നമ്മൾ അതിൽ പ്ലാന്റേഷൻ ക്രോപ്പിംഗ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. റബ്ബർ, ടീ, ടാപ്പിയോക്ക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? കൃഷി ചെയ്യാറുള്ളത്. അങ്ങനെയുള്ള വലിയ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു സാധനം, ഒരു സിംഗിൾ സാധനം മാത്രം നമ്മൾ കൃഷി ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് മോണോ ക്രോപ്പിംഗ് അഥവാ ഏകവിള കൃഷി എന്ന് പറയാം. എന്നാൽ രണ്ടാമത്താണ് മക്കളെ മിക്സ്ഡ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ പോളി ക്രോപ്പിംഗ് എന്ന് പറയുന്ന ബഹുവിള കൃഷി എന്ന് പറയാം. ഇതിനെ നമുക്ക് ശരിക്കും പല രീതിയിൽ തരംതിരിക്കാൻ പറ്റും. അതിന് മിശ്രവിള കൃഷി വേറെയുണ്ട്, ഇടവിള കൃഷി വേറെയുണ്ട്, തുടർച്ചാ കൃഷിയുണ്ട്, റിലേ ക്രോപ്പിംഗ് ഉണ്ട്, വിള പരിചയുണ്ട്, ബഹുനില കൃഷി. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിനെ തന്നെ തരംതിരിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തേലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ അതിനെ ഓരോന്നിനെയും നമ്മൾ മക്കളെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോകണം. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറഞ്ഞ റെട്ടൂൺ ക്രോപ്പിംഗ് ഉണ്ടല്ലോ. റെട്ടൂൺ കൃഷി എന്ന് പറയുന്നത് എന്താണ്? ഒരു വിള നമ്മൾ കൃഷി ചെയ്തു, ആ വസ്തുവിനെ മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കൂല. പകരം അതേ വസ്തുവിൽ നിന്ന് തന്നെ വീണ്ടും നമ്മൾ കൾട്ടിവേഷൻ നടത്താം. ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കരിമ്പിനൊക്കെ ആലോചിക്കാം. ഇപ്പൊ കരിമ്പ് നമ്മൾ നട്ട് വളർത്തി അതിന് ആദ്യത്തെ കരിമ്പിനെ നമ്മൾ വെട്ടിയെടുത്തു. പക്ഷെ എന്തെയില്ല, ആ വേരോ മറ്റു സാധനങ്ങളോ നമ്മൾ ഒഴിവാക്കൂല. അപ്പൊ അതേ ചെടിയിൽ വീണ്ടും എന്ത് ചെയ്യും? കരിമ്പുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? റെട്ടൂൺ ക്രോപ്പിംഗ്, റെട്ടൂൺ കൃഷി എന്ന് പറയുന്നത്. സോ അതിനെ കൃത്യമായിട്ട് മക്കളൊന്ന് പഠിച്ചു വെക്കണം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇന്നോവേറ്റീവ് ട്രെൻഡ്സ് ഇൻ അഗ്രികൾച്ചർ. കൃഷിയിലെ ആധുനിക മാറ്റങ്ങൾ എന്ന് വെച്ചാൽ പുതിയ കാലത്തിനനുസരിച്ചിട്ട് പുതിയ ടെക്നോളജികളും പുതിയ സയന്റിഫിക് ഐഡിയാസും ഒക്കെ വരുന്നതിന്റെ ഭാഗമായിട്ട് അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖലയിൽ വലിയ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതിൽ ഒന്നാമത്തെ രീതിയാണ് റെയിൻ ഷെൽട്ടർ ഫാമിംഗ് എന്ന് പറയുന്ന മഴമറ കൃഷി എന്ന് പറയുന്നത്. അതൊരു പോളിത്തീൻ്റെ ഷീറ്റ് കൊണ്ട് മുകളിലും ഭാഗം മൊത്തമായിട്ട് നമ്മൾ മറക്കും. അതിന് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് അഡ്വേഴ്സ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഏത് ബുദ്ധിമുട്ടുള്ള കാലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃഷി നടത്താൻ പറ്റും. അധികമായിട്ട് പെയ്യുന്ന മഴയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വിളയെ രക്ഷിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കാലത്തും നമുക്ക് വിളവെടുപ്പ് പറ്റുന്ന ഒരു രീതിയാണ് റെയിൻ ഷെൽട്ടർ ഫാമിംഗ്, മഴമറ കൃഷി എന്ന് പറയുന്നത്. അവിടെ മുകളിൽ എന്തുകൊണ്ടാണ് കവർ ചെയ്യുന്നത്? മക്കളെ നോക്കണം. എന്തുകൊണ്ടാണ് കവർ ചെയ്യുന്നത്? പോളിത്തീൻ്റെ ഷീറ്റ് കൊണ്ടാണ്. എന്നാൽ രണ്ടാമത്തൊന്നാണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ പോളി ഹൗസ് ഫാമിംഗ്. ഹൗസ് ആണ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ പോളി ഹൗസ് എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെയും പോളിത്തീൻ്റെ ഷീറ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ പറഞ്ഞാൽ മുകളിൽ മാത്രമായിരുന്നു മഴ മറക്കുക മാത്രമല്ല, പക്ഷെ ഇതല്ല, ഇത് മുഴുവനായിട്ട് മറച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ മഴയിൽ നിന്ന് സംരക്ഷണം കിട്ടും. അമിതമായിട്ട് മഴ പെയ്തിട്ടുള്ള ഡിഫിക്കൽറ്റി ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാം. കാരണം അതിനാവശ്യമായിട്ടുള്ള ചൂടിനെ കൊടുത്തുകൊണ്ട് സൂര്യപ്രകാശം കൃത്യമായിട്ട് കിട്ടും. കാരണം എന്താണ്? ഇതൊരു ട്രാൻസ്പെറന്റ്, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കാണാൻ പറ്റുന്നത് കൊണ്ട് അങ്ങനെ കൃഷി ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് പോളി ഹൗസ് ഫാമിംഗ് എന്ന് വിളിക്കുന്നത്. എന്നാൽ അടുത്താണ് പ്രിസിഷൻ ഫാമിംഗ്, കൃത്യത കൃഷി എന്ന് പറയുന്നത്. നമുക്ക് ഓരോ സ്ഥലത്തേക്കും വേണ്ടതായിട്ട് കൃത്യമായി പ്രിസൈസ് ചെയ്തിട്ടുള്ള കൃത്യമായ ടെക്നോളജികൾ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടും മൈക്രോ ഇറിഗേഷൻ പോലെയുള്ള ഫെർട്ടിഗേഷൻ പോലെയുള്ള നമ്മൾ അങ്ങനെയുള്ള ഫെസിലിറ്റികൾ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഓരോ സ്ഥലത്തും വേണ്ട വെള്ളവും കൃത്യമായിട്ട് ഓരോ സ്ഥലത്തും വേണ്ട വളവും മാത്രം എത്തിച്ചു കൊടുക്കുന്നതിന് പ്രിസിഷൻ ഫാമിംഗ് കൃത്യമായിട്ട് നോക്കിയിട്ടാണ് ചെയ്യാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വേസ്റ്റേജുകൾ മാക്സിമം കുറയും എന്നുള്ള അതിന്റെ ബെനിഫിറ്റ്. കാരണം എന്താണെങ്കിൽ എല്ലാവർക്കും കൂടെ കീടനാശിനി മറ്റൊന്നും തെളിക്കില്ല. ആർക്കാണോ ഏത് ചെടിക്കാണോ ആവശ്യമുള്ളത് അവിടെ മാത്രം തെളിക്കുന്ന രീതിയാണ്. എന്നാൽ അടുത്താണ് ഡിജിറ്റൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കൃഷി എന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള മൊബൈൽ ഫോൺസിന്റെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെയും റോബോട്ട്സിന്റെയും ഒക്കെ ഹെൽപ്പോട് കൂടെ നമ്മൾ കൃഷി ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഡിജിറ്റൽ ഫാമിംഗ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഡ്രോണുകൾ മറ്റെല്ലാം തന്നെ ഇതിന് നമുക്ക് എക്സാമ്പിളാണ്. എന്നാൽ അടുത്തൊന്നുണ്ട്, നമ്മളെ സിറ്റികളിൽ നഗരങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ സ്ഥലമില്ലാത്ത സ്ഥലങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ലംബ കൃഷി എന്ന് പറഞ്ഞാൽ തട്ടുകളായിട്ട് മുകളിലേക്ക് കൃഷി ചെയ്യുന്നു. അത് നമുക്ക് വെള്ളം മാക്സിമം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ഈ രീതി. ഏറ്റവും അവസാനത്തെ ഒരു രീതിയാണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ജൈവ കൃഷി എന്ന് പറയുന്നത്. നമ്മളെന്തെങ്കിലും ആർട്ടിഫിഷ്യൽ നമ്മളെന്താണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സുകളോ കെമിക്കൽ പെസ്റ്റിസൈഡ്സുകളോ ഒന്നും യൂസ് ചെയ്യാതെ, രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യാതെ നിന്നു ജൈവമായിട്ട് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ട് ചെറിയ നമ്മൾ എന്ത് ചെയ്യുന്നു
ജൈവ വളങ്ങളും മറ്റും യൂസ് ചെയ്യുന്നതിനാണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് വിളിക്കുന്നത്. സോ ഇതിനെ കൃത്യമായിട്ട് മക്കൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്ത് തന്നിട്ടുള്ളത്. മക്കൾ ഇതിനെ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ 2-3 കാര്യങ്ങളും അടുത്ത കാര്യങ്ങളും ഉണ്ടല്ലോ, കൃത്യമായിട്ട് മക്കൾ പഠിച്ചു വെക്കാം. ഇതിന് ശേഷമുള്ള ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്യും, ഓരോരോ ഭാഗങ്ങളായിട്ട് ലൈവുകളായിട്ട് വരും ചെയ്യും. സോ ലൈവുകൾ കാണാൻ മറക്കരുത്. ഓരോ ക്ലാസ്സുകളും കൃത്യമായിട്ട് മക്കൾ കാണുക. അടുത്ത കൊല്ലം 9ാം ക്ലാസ്സിലേക്ക് കയറാനുള്ളതാണ്, 10ാം ക്ലാസ്സിന്റെ ഒരു കണ്ടിന്യൂറ്റിയിലേക്കൊക്കെ നമ്മൾ കയറാനുള്ളതാണ്. സോ മക്കൾ നന്നായിട്ട് പഠിക്കുക. ഇതുപോലത്തെ ഓരോ വീഡിയോകളും മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കിനാ വേണ്ടത്, ഏതൊക്കെ ഏരിയാസിനാ വേണ്ടതെന്നുണ്ട് താഴെ കമന്റ് ചെയ്താൽ മതി. ഓരോ വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശരി മക്കളെ, ടാറ്റാ, ബൈ.